ഇത് പഠനമാണ്. പ്രാവശ്യം എനിക്ക് എന്താണ് അത് ഒരു എക്സ്പോഷർ ഉണ്ട്. ഈ എന്തിനൊക്കെയാണ് പൗരമാണെന്ന് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. നല്ല വെള്ളത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെയാണ് ബ്ലഡ് ടൈപ്പ് നോക്കുന്നത്. ബ്ലഡ് ടൈപ്പ് ായിട്ടുള്ള ആളുകൾക്കും ചില പ്രയാസങ്ങൾ കാരണം ഇന്നേ ദിവസത്തേക്ക് മാറ്റിയതാണ്. ആ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും എന്തായിരുന്നാലും നമ്മളൊരു മോശമല്ലാത്ത ഒരു പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 8-10 പേരുടെ ഏതാണ്ട് എടുക്കാൻ വേണ്ടി തയ്യാറായി അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവർത്തനം സമൂഹം ഒരു മാതൃകയായി എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒരു മാതൃക പ്രവർത്തനം കൂടി ആക്കി ഇത് എല്ലാവരിലും എത്തിക്കുന്നതിന് അല്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള താല്പര്യം കാണിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. സുഹൃത്തുക്കളെ, ഇന്ന് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയും അതുപോലെ തന്നെ നിലമ്പൂർ ലയൺസ് ക്ലബും കൂടെ ഇതിൻ്റെ സംഘാടകരായി നമ്മുടെ പ്രദേശത്തിൻ്റെ സജീവ സാന്നിധ്യമായ നവചേതന ആർട്സ് സ്പോർട്സ് ആൻഡ് റീഡിംഗ് ക്ലബും സംയുക്തമായി രക്തദാന ക്യാമ്പും അതോടൊപ്പം രക്തഗ്രൂപ്പ് പരിശോധനയും നടത്തുകയാണ്. ഇതിൻ്റെ പ്രസക്തി ഒരു കാലത്ത് രക്തം എടുക്കുന്നത് പോലും പരിശോധിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആ കാഴ്ചപ്പാടെല്ലാം മാറി രക്തദാനം ചെയ്യുന്നത് മറ്റൊരാളുടെ അപരന്റെ ജീവൻ സംരക്ഷിക്കുവാനുള്ള ഒരു മഹാപുണ്യപ്രവർത്തനമാണ്, ദൗത്യമാണ് എന്നുള്ള കാഴ്ചപ്പാട് സമൂഹത്തിന് മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് രക്തത്തിന്റെ കൊടുക്കുന്നതിന്റെ കാരണങ്ങൾ കുറവായിരുന്നു.
എന്നാൽ ഇന്ന് സമൂഹത്തിന്റെ ജീവിത പ്രക്രിയയെല്ലാം അടിമുടി മാറിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് എത്തുക, പെട്ടെന്ന് കാര്യങ്ങൾ നിവർത്തിക്കുക എന്നുള്ള ഒരു സ്പീഡായ സമൂഹം വന്നതോടുകൂടി ഒരുപാട് അപകടങ്ങൾ, അസുഖങ്ങൾ ഇതെല്ലാം വർദ്ധിച്ചു. അതിനനുസൃതമായി രക്തത്തിന്റെ ആവശ്യകതയും വർദ്ധിച്ചു. ഈ ആവശ്യകത വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും രക്തം ദാനം ചെയ്യുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിക്കേണ്ടതാണ് ആവശ്യം. കാലഘട്ടത്തിനനുസരിച്ച് പുതിയ തലമുറ, പ്രത്യേകിച്ച് യൂത്ത് മൂവ്മെന്റ്, അവരിൽ ഇതിനോടുള്ള ഒരു താല്പര്യം വളരെ നന്നായി ഉണ്ടായിട്ടുണ്ട്. പിന്നെ വിവിധ യുവജന സംഘടനകൾ, മറ്റ് പ്രസ്ഥാനങ്ങൾ എല്ലാം ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതോടൊപ്പം നിലമ്പൂരിൽ ഈ അടുത്ത കാലത്തായിട്ട് ജില്ലാ ആശുപത്രി രക്ത ബാങ്ക് തുടങ്ങിയപ്പോൾ ആ രക്തബാങ്കിലേക്ക് ആവശ്യമായ രക്തത്തിന്റെ അളവ്, ആവശ്യമായ കുറവ് നിരന്തരം വന്നിരിക്കുകയാണ്. ഒരു പക്ഷെ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലെ ബന്ധപ്പെട്ട ആളുകൾ, ഞാൻ 1-2 തവണ ബ്ലഡ് കൊടുക്കാൻ ആളുകളുമായി ചെന്നപ്പോൾ ഉണ്ടായ പ്രയാസം, ചില ഗ്രൂപ്പുകൾ കിട്ടാത്ത പ്രയാസങ്ങളുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ആവശ്യകത, ഒരു ദിവസം തന്നെ പല അപകടങ്ങൾ നമ്മുടെ ആശുപത്രികളിലേക്ക് അതിനായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കൃത്യമായി അതിന്റെ ചികിത്സയും പരിപൂർണതയും നിലമ്പൂർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട കേസുകൾ ഉണ്ടായിട്ട് പോലും ഇതിന്റെ രക്തത്തിന്റെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറവ് വരികയാണ്. അത്തരം ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ക്ലബ്ബ്, മയ്യന്താനി നവചേതന ക്ലബ്ബ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ജോഷുവ കോസി സാറാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, അതുപോലെ തന്നെ മീഡിയ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആളുകൾ എത്തിയിട്ടുണ്ട്, അവരെല്ലാവരെയും വളരെ ചുരുങ്ങിയ ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞു. അതുപോലെ നമ്മുടെ ക്ലബിന്റെ ഭാരവാഹികളാണ് പ്രസിഡന്റ് റിയാസ്, അതുപോലെ തന്നെ ട്രഷറർ മനോജ്, കമാലടക്കമുള്ള ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റിനെ ക്ഷണിക്കുക. ആദ്യമായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ രക്തദാന ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനായിട്ടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഏറ്റവും അധികം ആശംസകൾ നേരുകയാണ്. ആദ്യമായി നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏകദേശം 2 ആഴ്ച മുന്നേ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു വളരെ നല്ല സാമൂഹ്യ പ്രവർത്തനമായി ഞങ്ങൾക്ക് തോന്നി. സാധാരണ ആൾക്കാർ അന്നദാനം ചെയ്യുമ്പോൾ മയ്യന്താനിയിലെ ജനങ്ങൾ രക്തദാനം ചെയ്യാൻ തയ്യാറായി വന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിന് തന്നെ ഒരു കുളിർമ നേരുന്ന ഒരു കാര്യമാണ്. ആദ്യമായി ഇതിന്റെ ഇമ്പോർട്ടൻസ് 2 അക്ഷരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നിലമ്പൂരിൽ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ടായത് തന്നെ നമുക്ക് ഒരു വലിയ ഭാഗ്യമാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന നേരത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നിലമ്പൂരിലുള്ള ഈ ബ്ലഡ് ബാങ്കിന്റെ ഡിപ്പെൻഡൻസി ഗൂഡല്ലൂർ മുതൽ മഞ്ചേരി വരെയുള്ള ഭാഗത്ത് ഏതൊരു മനുഷ്യനും രക്തം വേണമെങ്കിൽ അത് നിലമ്പൂരിൽ വന്ന് എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വളരെയധികം ഈ ബ്ലഡിന്റെ ഒരു സപ്പോർട്ട് നൽകുന്ന ബ്ലഡ് ബാങ്കിന് ബാക്കിയുള്ള ജനതയ്ക്ക് ഒരു ഉദാഹരണമായി നമ്മൾ ഒരു നല്ല നിലയിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുമ്പോൾ അതിന് ഇവിടെയുള്ള മയ്യന്താനി നവചേതന ആർട്സ്, സ്പോർട്സ് ആൻഡ് റീഡിംഗ് ക്ലബിന് ഏറ്റവും അധികം അഭിനന്ദനങ്ങൾ നേരുന്നു. അവരുടെ ഒരു ആശയത്തിലാണ് ലയൺസ് ക്ലബ്ബ് അവരെ ഫുള്ളായി സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നിലമ്പൂർ ബ്ലഡ് ബാങ്ക്, അങ്ങനെ നിങ്ങൾക്കൊരു ഉദ്യമമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എപ്പോൾ വിളിച്ചാലും വരാമെന്ന് പറയുന്നത് കൊണ്ടുമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞത്. നമുക്കെല്ലാം അറിയാം, മനുഷ്യന്റെ നിറം കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും
ചോര ചുവപ്പ് തന്നെയാണ്. ആ ചോര ആവശ്യമുള്ളപ്പോൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നിലമ്പൂരും പരിസരത്തുമുള്ളവർക്ക് അങ്ങനെ ആവശ്യമുള്ളപ്പോൾ കിട്ടാനുള്ള ഈ ഒരു സന്ദർഭം ഒരുക്കാനും ആ ബ്ലഡ് ബാങ്കിലോട്ടുള്ള റിസോഴ്സസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുവാനും സപ്പോർട്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരത്തിന് നിലമ്പൂർ ലയൺസ് ക്ലബും അതിന്റെ ഭാരവാഹികളും എല്ലാ അംഗങ്ങളും ഇവിടെയുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതുകൂടാതെ പറയാനുള്ള ഒരു കാര്യം, ഈ ബ്ലഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ലക്ഷണമാണ്. ഇത് എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ചെയ്യുന്ന മനുഷ്യർ അവരുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു നല്ല ഒരു ആശയം ബാക്കിയുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ സംരംഭം കൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഇതിന്റെ പരിസര പ്രദേശത്തുമുള്ളവർക്ക് ഇനിയും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്താനുള്ള ഉത്തേജനം കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഈ സംരംഭം പരിപൂർണമായി സക്സസ് ആവുള്ളൂ. പിന്നെ ബ്ലഡ് കൊടുക്കാനുള്ള വന്നിരുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഏറ്റവും അധികം നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ഇതോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു നല്ല പ്രോഗ്രാം ഇവിടെ ചെയ്ത് തുടക്കം കുറിച്ചതിൻ്റെ സന്തോഷം ലയൺസ് ക്ലബിനുണ്ട്. അത് എനിക്കുമുണ്ട്. കാരണം നമ്മുടെ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുമായിട്ട് പല പ്രാവശ്യം പല കാര്യങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. പണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്ലബ് നടത്തിയിരുന്നു. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ സ്റ്റെപ്പാണ് നിലമ്പൂരിൽ ഒരു ബ്ലഡ് ബാങ്ക് വന്നു എന്നുള്ളത്. കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് നിലമ്പൂർ ബ്ലഡ് ബാങ്ക് വരുന്നതിന് മുമ്പ് വരെ നമുക്ക് ബ്ലഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ടാക്സി എടുത്ത് പെട്ടെന്ന് പോയി അവിടെ കളക്ട് ചെയ്യേണ്ട സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് ലയൺസ് ക്ലബിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റാഫും എക്സിക്യൂട്ടീവ്സും എല്ലാം വണ്ടി ഉൾപ്പെടെ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ നിന്ന് ഇവിടെ വന്നിട്ട് വേണമായിരുന്നു ചെയ്യാൻ. നമ്മളന്ന് ചെയ്തുകൊണ്ടിരുന്നത് കോളേജുകളുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് കോളേജുകളിലൊക്കെയുള്ള പ്രവർത്തകരെയും കാരണം യൂത്തായിട്ടുള്ള ആളുകൾക്ക് കോളേജുകളിലാണ്. അതുകൊണ്ട് അവരെയാണ് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. എപ്പോഴും ബ്ലഡ് ബാങ്കിന് ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അവിടെ ബ്ലഡ് നമ്മുടെ ഒരു ആക്സിഡന്റ് വന്നു, അല്ലെങ്കിൽ ഒരു ഡെലിവറി കേസ് വന്നു, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ആക്സിഡന്റ് കൊണ്ട് മാത്രമാണ് ബ്ലഡിന്റെ ആവശ്യം വരിക എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലാക്കുന്നത്. പല രോഗാവസ്ഥയിൽ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ലൈഫ് പറയുന്ന ഡെങ്കിപ്പറ്റി പോലെയുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഡെലിവറി സമയത്തൊക്കെ ബ്ലീഡിങ്, അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബ്ലഡിന്റെ ആവശ്യമുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ വരും, ചിലർക്ക് കൂടിപ്പോകുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന അവസരങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ കമ്പണൻസ് നമ്മൾ എടുത്തു കൊടുക്കും. ഈ ബ്ലഡ് എടുക്കുന്നതിൽ നിന്നാണ് ഈ കമ്പണൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പോലെ പണ്ട് ഡയറക്റ്റായിട്ട് ബ്ലീഡ് ചെയ്യുന്ന പരിപാടി ഉണ്ടായി. അത് ഇപ്പോൾ അത് തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. കാരണം ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് വരുന്നത് കൊണ്ട് പലതുകൊണ്ടും ഇപ്പോൾ അത് ഇല്ലീഗലാണെന്നാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആവശ്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരാവശ്യമാണ് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബ്ലഡ് ബാങ്കിൻ്റെ പ്രശസ്തിയും നമ്മൾ ബ്ലഡ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യവും വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പം സാറ് ഡോക്ടർക്ക് സൂചിപ്പിക്കുകയുണ്ടായ ബ്ലഡ് ഡൊണേഷൻ ഒരു മഹാദാനമാണ് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് ഒരു വായു, നമ്മൾ ഒരു ശ്വാസലോകം എടുത്തു, അത് പുറത്തോട്ട് പോയാൽ കാറ്റ് പോയി എന്ന് പറയുന്ന പോലെ മനുഷ്യർ സാധ്യതയുണ്ട്. അതുപോലെ ഡീഹൈഡ്രേഷൻ എന്തായാലും സംഭവിക്കാം. ഭക്ഷണം നമുക്ക് 2 ദിവസം കഴിച്ചില്ലെങ്കിൽ സംഭവിക്കില്ല. പക്ഷേ ബ്ലഡ് അറേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആണ്. നമുക്ക് മരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ബ്ലഡ് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ്. അത് ബാങ്കിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ ഞാനൊക്കെ പല പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുള്ളതാണ്. പക്ഷെ ഇപ്പോൾ എന്നെ കൊണ്ട് അത് പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ വയസ്സിൽ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ സൊസൈറ്റിയിൽ ഈ ഒരു സഹായം ചെയ്യാൻ പറ്റും. അതൊരു സെലക്ടഡ് ഗ്രൂപ്പ് ആൾക്കാരാണ്, യങ്സ്റ്റേഴ്സാണ്, അവരത് ചെയ്യും. ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും സ്ത്രീകൾക്ക് പൊതുവേ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി ഇതിനെ കണ്ടുകൊണ്ട് ഈ ബ്ലഡ് ഡൊണേഷൻ മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് പറയാറുണ്ട്. പിന്നെ നമ്മുടെ ക്ലബിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് ഈ നവോദയ ക്ലബ്ബ് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ പ്രവർത്തകരെ ഒക്കെ നല്ല രീതിയിൽ ആശംസിക്കാനും അവർക്ക്
നന്ദി അറിയിക്കാൻ ഉപയോഗിക്കുകയാണ്. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ ചോദിച്ചിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ പ്രോജക്ട് ചെയർമാനാണ്. അപ്പോൾ ഇങ്ങനൊരു നല്ല പ്രോജക്റ്റ് ഇവിടെ നടത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. ഈ ക്ലബിനെ നല്ല രീതിയിൽ പ്രശംസിക്കാനും ഇനിയും ഇതുപോലുള്ള പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കാനും ഉപയോഗിക്കുകയാണ്. താങ്ക് യു. നേതൃത്വം വഹിച്ച ലയൺസ് ക്ലബ്ബ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, സംഘാടന ഗ്രൂപ്പിലുള്ള